ഈയിടെയായിട്ട് എന്റെ കാണാൻ വരുന്ന അമ്മമാരെല്ലാം പിള്ളേരെയും കൊണ്ട് വരുമ്പോൾ പറയുന്ന ഒരു പ്രധാന കംപ്ലൈന്റ് ആണ്, ഡോക്ടറെ ഈ ചെറുക്കൻ എന്നും അങ്ങ് അസുഖമാണ്. ഒരു പനി കഴിഞ്ഞു ഒരാഴ്ചയായില്ല, അതിന് മുമ്പേ അടുത്ത അസുഖം വന്നു, അടുത്ത അസുഖം വന്നു. എന്താണ് നമ്മുടെ നാട്ടിലെ പിള്ളേർക്ക് ഇങ്ങനെ മാറാതെ അസുഖങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത്? പല കാരണങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രശ്നമാകാം, മേ ബി ആയിരിക്കാം. ചിലപ്പോൾ അവരുടെ ജീവിത രീതികളുടെ പ്രശ്നമായിരിക്കാം. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രശ്നമായിരിക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോ കഴിക്കുന്ന മരുന്നുകളുടെ പ്രശ്നമായിരിക്കാം. ഇതെല്ലാം ആയിരിക്കാം. പക്ഷെ ഇതിനേക്കാളൊക്കെ അപ്പുറം ഇതിനേക്കാൾ വലിയൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്നറിയോ? അത് നിങ്ങളൊക്കെ തന്നെയാണ്. അതെ, നമ്മളൊക്കെ ഉൾപ്പെടുന്ന നമ്മൾ ഈ പാരൻസ് എന്ന് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് തന്നെയാണ് ഈ കുട്ടികൾക്ക് ഈ അസുഖം വീണ്ടും വീണ്ടും ഉണ്ടാകാനുള്ള പ്രധാന കാരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 20 വർഷം മുമ്പ് നമ്മൾ ആരെങ്കിലും ഒരു 4 മണിക്ക് ശേഷം റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ നമ്മളെല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു മനോഹരമായ കാഴ്ച ഉണ്ടായിരുന്നു. അതായത് വലതുവശത്തിലേക്ക് നോക്കിയാൽ കുറേ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ടാവും, ഇപ്പുറത്തെ സൈഡിൽ നോക്കിയാൽ കുറേ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും, അങ്ങോട്ട് മാറിയാൽ വേറെ പിള്ളേർ കള്ളനും പോലീസും കളിക്കുന്നുണ്ടാവും. ഞാൻ നിങ്ങളോട് ബെറ്റ് വെക്കാം, നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു റോഡിൽ കൂടെ പോവുക, ഏതെങ്കിലും കുട്ടി വൈകുന്നേരം 4 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 5:30 ആകുമ്പോഴത്തേക്ക് റോഡ് സൈഡിൽ നിന്ന് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് കാണാൻ പറ്റും. ആരെങ്കിലും പൈസ കൊടുത്തിട്ട് ടർഫിൽ കളിക്കുന്നത് കാണാൻ പറ്റും. അതും പിള്ളേരൊന്നും ആയിരിക്കില്ല, കൂടുതൽ ഒരു 20 വയസ്സിന് മുകളിൽ, അതായത് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് കളിക്കാൻ പോകുന്ന ഒരു 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളെ കാണാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ പറഞ്ഞിട്ട് കൊളസ്ട്രോളും പ്രഷറും കുറയ്ക്കാനായിട്ട് കളിക്കാൻ പോകുന്നവരെ കാണാൻ പറ്റും. അതല്ലാതെ 10 വയസ്സിനും 20 വയസ്സിനും ഇടയ്ക്ക് പോട്ടെ, 5 വയസ്സുള്ള ഒരു കുട്ടിയെ പോലും റോഡ് സൈഡിൽ ഒരു ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. റോഡ് സൈഡെന്ന് മാത്രമല്ല, ഒരു വീട്ടിലും ഒരു കുട്ടിയിൽ നിന്ന് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അത് തന്നെയാണ് പ്രധാന കാരണം. അതായത് നമ്മുടെ കുട്ടികൾ ആരും നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെന്റുമായി സെൻസിറ്റൈസ്ഡ് അല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു 4 വയസ്സുള്ള കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ആ കുട്ടി രാവിലെ എഴുന്നേറ്റ് എന്താ ചെയ്യുക? ട്യൂഷന് പോകും. 4 വയസ്സുള്ള കൊച്ചു ട്യൂഷന് പോകുന്നത് എന്തിനാന്ന് അവർ അച്ഛനോ അമ്മയ്ക്കോ ആ ട്യൂഷൻ ടീച്ചർ പോലും അറിവുണ്ടാവില്ല. ഈ 4 വയസ്സുള്ള കൊച്ചിനെ ഞങ്ങളെ ട്യൂഷന് വിടുന്നു. അവൻ ട്യൂഷന് പോയി തിരിച്ചു വരുമ്പോൾ അപ്പം സ്കൂൾ ബസ് വന്നിട്ടുണ്ടാവും. പിന്നെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടും. ഈ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട് സ്കൂളിൽ പോയ ആകെ സ്കൂളിലുള്ള എന്താവും? ഒരു PT പീരീഡ്. ഈ ഒരു PT പീരീഡ് തന്നെ മിക്കവാറും മാത്സ് ടീച്ചർ ആയിരിക്കും വന്നിട്ട് ക്ലാസ് എടുക്കുന്നത്. PT പീരീഡ് എന്ന പേര് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ സ്കൂളിലും അവന് കളിയില്ല. തിരിച്ച് വീട്ടിൽ വരാൻ നേരം എന്താ അവസ്ഥ? 5:30 ആകുമ്പോഴത്തേക്കും അടുത്ത ട്യൂഷന് പോകണം. ആ ട്യൂഷന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ രാത്രി 8 മണിയാകും. അപ്പോഴത്തേക്കും കൊച്ചു ടയേർഡ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ രാത്രി 8 മണിക്ക് വെളിയിൽ നിന്ന് പിള്ളേർ കളിച്ചാൽ അതിനെ വല്ല മാനസികാശുപത്രി കൊണ്ടുപോകാനേ നാട്ടുകാർ പറയും. ഇതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പൊ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? കുട്ടികൾ ആരും ഔട്ട്ഡോർ സെൻസിറ്റൈസ്ഡ് അല്ല. അതായത് വെളിയിലെ പൊടിയോടോ വെള്ളത്തിനോടോ കാലാവസ്ഥയോടോ ചൂടിനോടോ തണുപ്പിനോടോ ജീവികളോടോ ചെടികളോടോ ഒന്നും ഒരു കുട്ടിയും സെൻസിറ്റൈസ്ഡ് അല്ല. അപ്പോൾ ആ കുട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന നിമിഷം തന്നെ അവന് ഈ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പലതരം അലർജൻസ് ഉണ്ട്. ഉദാഹരണത്തിന് പോളൻ, അതായത് പൂമ്പൊടി ഉണ്ട്, അതുപോലെ ഡസ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, നമ്മൾ മനുഷ്യന്മാർ തന്നെ വെളിയിലേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഗ്യാസസ് ഉണ്ട്. അതുപോലെ തന്നെ പത്തോജൻസ് ഉണ്ട്. ഇപ്പം മണ്ണിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്, അല്ലാതെയുള്ള പാരസൈറ്റ്സ് ഉണ്ട്. ഇതിനെല്ലാം കുട്ടിക്ക് പെട്ടെന്ന് റിയാക്ഷൻ ഉണ്ടാവും. ഇതാണ് കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരാനുള്ള പ്രധാന കാരണം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഓരോ കുട്ടിയെയും ഞാൻ ഉറപ്പിച്ചു പറയാം, ഓരോ കുട്ടിയെയും നിങ്ങൾ കുറ്റം പറയുന്നുണ്ടാവും മൊബൈൽ ഫോൺ ഒരുപാട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് കുട്ടികൾ മൊബൈൽ ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് കൂട്ടുകാരില്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് കൂട്ടുകാരുണ്ടാകുന്നില്ല? അവർ കൂട്ടുകാരുണ്ടാകാത്തതിന്റെ കാരണം അവർ കളിക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ട് കളിക്കാൻ പോകുന്നില്ല? നിങ്ങൾ ട്യൂഷൻ വിടുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഇവിടെ ട്യൂഷന് വിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കുറെ അടിച്ചു പഠിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു CBSE സ്കൂളിൽ വിട്ടത് കൊണ്ടോ ഒരിക്കലും ഒരു കുട്ടി അവന്റെ ആഗ്രഹങ്ങൾ മാറ്റി വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ ഒരിക്കലും എത്താൻ പോകുന്നില്ല. അങ്ങനെ അവൻ എത്തിച്ചേരണമെങ്കിൽ അവന് ടാലന്റ് ഉണ്ടാവണം, അവന് ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽസ് ഉണ്ടാവണം. അതായത് ഒരു കൂട്ടത്തിൽ അവനെ ഇറക്കി വിട്ടാൽ അവിടെ അവന് എക്സൽ ചെയ്യാൻ പറ്റണം. ഇതിനൊക്കെ അവന് പറ്റണമെങ്കിൽ അവനൊരു കൂട്ടം ഉണ്ടാവണം, ആദ്യം കൂട്ടുകാരുണ്ടാവണം. അത് ആദ്യമേ നിങ്ങൾ ഇല്ലാതാക്കിയിട്ട് ഒരു ട്യൂഷന് വിട്ടതുകൊണ്ട് യാതൊരു കാര്യമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചാൽ, നിങ്ങളുടെ ചെറുപ്പത്തിൽ നിങ്ങളെ ആരെങ്കിലും 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ 5-ാം ക്ലാസ്സിലോ ട്യൂഷൻ ഇട്ടിട്ടുണ്ടോ? ഞാൻ ട്യൂഷന് പോയിട്ടുണ്ട്. ഞാൻ ട്യൂഷന് പോയത് 10-ാം ക്ലാസ്സിലും +2 ഒക്കെ. അതും മലയാളത്തിനും ഇംഗ്ലീഷിനും ഒന്നുമില്ല, മാത്സിനും ഫിസിക്സിനും ഒക്കെ ആയിരിക്കും. അല്ലാതെ ജനിച്ചു വീഴുന്ന കൊച്ചിന് 4 വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങൾ LKG UKG കൊണ്ടുവിടുമ്പോൾ ട്യൂഷൻ വിടേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ട്യൂഷൻ ടീച്ചർമാർ ഇത് കണ്ടിട്ട് എന്നോട് ദേഷ്യപ്പെടുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 4 വയസ്സുള്ള കുട്ടിക്ക് എന്തിനാണ് ട്യൂഷൻ? 4 വയസ്സുള്ള കുട്ടിക്ക് ആവശ്യം കളിക്കാൻ പോകലാണ്. കളിക്കാൻ പോകുന്ന അവന്റെ ശരീരത്തിന് മാത്രം നല്ലതിന് വേണ്ടിയല്ല, അവന്റെ മെന്റൽ സ്റ്റേറ്റസ്, അതായത് അവന്റെ ഫിസിക്കൽ എബിലിറ്റി ഓഫ് കോഴ്സ് കളിക്കാൻ പോകുമ്പോൾ കൂടും, അവന്റെ സർക്കുലേഷൻ ബെറ്റർ ആവും,
അവൻ്റെ ശരീരത്തിലെ എൻസൈമാറ്റിക് ആക്ടിവിറ്റീസ് ബെറ്റർ ആവും, അവൻ്റെ ശരീരത്തിലെ ഹോർമോൺ റെഗുലേഷൻസ് ബെറ്റർ ആവും. ഇത് മാത്രമല്ല, കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ അവരുടെ ലങ് കപ്പാസിറ്റി, ശ്വാസകോശം കുറെ കൂടെ ബെറ്റർ ആവും, അവരുടെ ഹാർട്ട് റേറ്റിന് ഒരു പ്രത്യേക ഋതം ഉണ്ടാവും. ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം, അതിനേക്കാൾ മേലെ നിങ്ങൾ കാണാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ശാരീരികവും മാനസികവുമായി വലുതാവണമെങ്കിൽ അവർ കളിക്കാൻ പോയേ പറ്റൂ. ഇതിൽ മാനസികമായ വളർച്ച വളരെ പ്രധാനമാണ്. ഉദാഹരണം, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. പണ്ടൊക്കെ നമ്മൾ ആരെങ്കിലും പത്രത്തിൽ വായിച്ചിട്ടുണ്ടോ ബിരിയാണി മേടിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ TV-യിൽ ചാനൽ മാറ്റാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുട്ടി ആത്മഹത്യ ചെയ്തത്? ഇല്ല, ഒരിക്കലും വായിച്ചിട്ടില്ല. ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് വായിക്കാൻ പറ്റും. അതിന്റെ കാരണം എന്താണെന്നറിയോ? ആ ചെറിയ ഒരു പെയിൻ പോലും അവന്റെ മനസ്സിൽ ഇൻഫ്ലിക്ട് ചെയ്യുന്ന വൂണ്ട് അത്ര വലുതായതുകൊണ്ട്. അതിന്റെ കാരണം എന്താണെന്നറിയോ? കുട്ടികളാരും തമ്മിൽ വഴക്കിട്ട് വളരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ 4 വയസ്സുള്ള 4 കുട്ടികളെ പിടിച്ചൊരു ഗ്രൗണ്ടിൽ വിട്ട് നോക്കി, എന്നിട്ട് നിങ്ങളാരും അങ്ങോട്ട് പോകരുത്. കുറച്ച് കഴിയുമ്പോൾ അവർ വഴക്കുണ്ടാക്കുന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ അവർ അടിയുണ്ടാക്കുന്നത് കാണാം. ചിലപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെടുത്തെറിയുന്നുണ്ടാകും. പക്ഷെ പിറ്റേ ദിവസം അവരെല്ലാം പിന്നെ അളിയാന്ന് പറഞ്ഞ് കൂടെ കൂടി നടക്കത്തേ ഉള്ളൂ. അതിന്റെ പേരാണ് മെന്റൽ ഡെവലപ്മെന്റ്. അതായത് നമ്മുടെ ശരീരത്തിനോ നമ്മുടെ മനസ്സിനോ ഉണ്ടാകുന്ന മുറിവിനെ നമ്മൾ അതിജീവിക്കുക. അതിജീവിക്കാൻ കുട്ടികൾ ആദ്യം പഠിക്കുന്ന കളിക്കളങ്ങളിൽ നിന്നാണ്. ആ കളിക്കളങ്ങൾ ഇല്ലാതാവുന്നതോടെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, അവനൊരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യാൻ, അതായത് അവന്റെ മുന്നിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അവന്റെ മുന്നിൽ ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ, ആ തടസ്സത്തെ എങ്ങനെ അതിജീവിക്കണം എന്ന് അവന് മനസ്സിലാവാതെ പോകും. അവനുണ്ടാകുന്ന ഓരോ വിഷമവും അവന് വളരെ വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് വിടുകയും അതുവഴി അവൻ ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്യും. സെയിം കാര്യമാണ് മൊബൈലിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. നിങ്ങൾ അവന് കൂട്ടുകാരില്ലാതാക്കുക. ഈ കൂട്ടുകാരില്ലാതാക്കിയിട്ട് ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ കൊച്ചിനോട് പോയിരുന്ന് സംസാരിക്കണം. ആ സംസാരം ഇല്ലാതാകുമ്പോഴാണ് അവനോട് സംസാരിക്കുന്ന, അവന് ഇഷ്ടമുള്ളത് മാത്രം കാണിക്കുന്ന മൊബൈൽ ഫോണിലേക്ക് അവൻ പോകുന്നത്. അതിന് അവനെ കുറ്റം വന്നിട്ട് യാതൊരു കാര്യമില്ല. അച്ഛനും അമ്മയും കുട്ടിയെ മാറ്റിയിരുത്തി 1 മണിക്കൂർ സംസാരിക്കുന്ന ഒരു വീട്ടിലും ഒരു കുട്ടിയും മൊബൈൽ ഫോൺ അഡിക്റ്റ് ആവില്ല. അത് ഞാൻ എഴുതി വേണമെങ്കിൽ തരാം. സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുറ്റങ്ങൾ ചുറ്റുമുള്ള ഭക്ഷണത്തിനും ചുറ്റുമുള്ള മനുഷ്യന്മാരിലും ചുറ്റുമുള്ള പ്രകൃതിയിലും ചാരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക. നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന്. ശരിയാണ്, നിങ്ങൾക്ക് കിട്ടാത്തതെല്ലാം, നിങ്ങൾക്ക് കിട്ടാതെ പോയതെല്ലാം നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് കിട്ടിയ പലതും, നിങ്ങൾക്ക് കിട്ടിയതുപോലെ കളിക്കാനുള്ള അവസരങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയതുപോലെ നല്ല സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് കിട്ടിയതുപോലെ നല്ല മനോഹരമായ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ, ഇതൊന്നും നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ നൽകുന്നില്ല. അതൊക്കെ ആദ്യം നൽകുക. ബാക്കി ഭക്ഷണവും വസ്ത്രവും എല്ലാം അവൻ തനിയെ കണ്ടെത്തിക്കോളും. അത് വേണം നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ആദ്യം നൽകാൻ. അതെ, പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു കാര്യം മറന്നുപോയി. ഭയങ്കര തിരക്കുള്ളവരാണല്ലോ നമ്മളൊക്കെ. അപ്പൊ നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആ സമയത്തിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി കുറെ പൊതിയായിട്ട് പിള്ളേർക്ക് ചെല്ലുക. ഉദാഹരണത്തിന് ഈ ചിപ്സ് മേടിച്ചു കൊടുക്കുക, ലേസ് മേടിച്ചു കൊടുക്കുക, പെപ്സി മേടിച്ചു കൊടുക്കുക, അൽഫാം മേടിച്ചു കൊടുക്കുക. ഇത്രയും വലിയൊരു ദ്രോഹം നിങ്ങളുടെ കുട്ടിയോട് നിങ്ങൾക്ക് ചെയ്യാനില്ല. അത് കൊടുക്കുന്നതിലും നല്ലത് നിങ്ങളുടെ കുട്ടിക്ക് ഒന്നും കൊടുക്കാതിരിക്കലാണ്. പട്ടിണി കിടക്കുന്നതാണ് ഇതുപോലത്തെ സാധനങ്ങൾ കഴിക്കുന്നതിനേക്കാളും നല്ലത്. അതെന്താണെന്നുള്ള ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ പറയാം. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ പല മാതാപിതാക്കളെയും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പറയാതിരിക്കാൻ വഴിയില്ലാത്തത് കൊണ്ട് പറഞ്ഞാണ് കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസും അങ്ങനെയാണ്. ഞാനിപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു വലിയ സയൻറ്റിഫിക് നോളജ് പകർന്നു തരാനൊന്നും അല്ല വീഡിയോസ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നിന്ന് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കിട്ടെന്ന് മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സോറി. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ ആലോചിച്ചപ്പോൾ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വിഷമം ഉണ്ടായത്. അതിലാരും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇനി സമയമുണ്ട്. നമുക്കെല്ലാം സമയമുണ്ട്. തെറ്റുകൾ എല്ലാവർക്കും പറ്റാം. ഞാനും പെർഫെക്റ്റ് ആയ ഒരാളൊന്നുമല്ല. നമ്മളാരും പെർഫെക്റ്റ് ആയ ആളുകളല്ല. പക്ഷേ തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോൾ തിരുത്തുമ്പോഴേ നമ്മളൊക്കെ മനുഷ്യരാകും. അതുകൊണ്ടാണ് നമ്മളെയൊക്കെ മനുഷ്യർ എന്ന് വിളിക്കുന്നത്. സോ ഇത്രയുള്ള വീഡിയോ. ഇനി ഇതേപോലത്തെ എന്തെങ്കിലും വീഡിയോസോ കണ്ടന്റ്സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കണ്ടന്റ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ കണ്ടന്റ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേക്കുക. ഞാൻ എല്ലാ കമൻറ്റും വായിച്ചു വെക്കുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അറിവിന് ഉള്ളിലുള്ള സംശയങ്ങളാണ് ഞാൻ തന്നെ തീർത്തു തരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ എന്നേക്കാളും വിവരമുള്ള ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലുണ്ട്. അവരോടൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.